നമ്മുടെ ഫുഡ് പ്രിപ്പറേഷനിലേ കറി ഉണ്ടാക്കുക എന്ന് പറയുന്നതാണ് ഈ പ്രത്യേകിച്ച് ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ടാസ്ക് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ പേരൻസൊക്കെ ഉണ്ടായിരുന്നപ്പോൾ രാവിലെ ഒരു തോരൻ ചാറ്, പിന്നെ ഉച്ചയ്ക്കത്തേന് നോണ് ഒക്കെ മസ്റ്റായിട്ട് നമ്മൾ വെച്ചേ പറ്റുള്ളൂ. നമുക്ക് വയ്യായികയാണെങ്കിലും അല്ലെങ്കിൽ ക്ഷീണമാണെങ്കിലും ഇന്ന് വേണ്ടാന്ന് വേറെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റുകളാകാമെന്ന് വിചാരിച്ചാലും ഒന്നും നടക്കില്ല അപ്പോഴൊന്നും. പക്ഷേ ഇപ്പം നമ്മൾ തനിച്ചായപ്പം എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ട് പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ അതും കൊണ്ട് ലഞ്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാമെന്നുള്ള നിലയ്ക്കായി കഴിഞ്ഞപ്പോഴത്തേക്കും മടി തോന്നുന്ന ദിവസങ്ങളിൽ ഇങ്ങനെ തട്ടിക്കൂട്ട് പരിപാടിയിലേക്ക് പോകാറുണ്ട്. അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു മഷ്റൂം, ഒരു 2-3 മഷ്റൂം എടുത്തു. അത് ചെറുതായിട്ട് കുനുകുനാന്നരിഞ്ഞ് അതിൻ്റെ അകത്തേക്ക് ഇച്ചിരി സവോള, തേങ്ങ ചിരണ്ടിയത്, പിന്നെ 2-3-4 കാന്താരി മുളക്, പിന്നെ ഇത്തിരി ഒരു കറിവേപ്പില എടുത്ത് നിന്ന് ചെറുതായിട്ടൊന്ന് പിച്ചി അതിൻ്റെ അകത്തേക്ക് ഇട്ടു. കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ ഉപ്പ്. ഇത്രയും മതി. ഇതെല്ലാം ഇത്രയും മതി എന്നല്ല, ഇതിൻ്റെ അകത്തെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വരാൻ പോകുന്നേ ഉള്ളൂ. 2 മുട്ടയും കൂടി അതിൻ്റെ അകത്തേക്ക് കുത്തിയിട്ടു. അപ്പോൾ ഇത് നമുക്ക് ഓംലെറ്റ് ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് സംഭവം. പക്ഷേ മഷ്റൂം ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് അതിന് വേകാൻ കുറച്ച് സമയം നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ഒരുപാടൊന്നും സമയം വേണ്ട. ഒരുപാട് വേകാനൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ മഷ്റൂം ഒരുപാട് നേരം ഇട്ട് വേവിച്ച് കഴിഞ്ഞാൽ അത് ഒരു റബ്ബറി ഇതിലെ സ്റ്റൈലിലേക്ക് വരും, ടെക്സ്ചറിലേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് ഒരു 5 മിനിറ്റൊക്കെ മതിയാവും. അത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ പതുക്കെ നമ്മളതിൻ്റെ പാത്രത്തിൽ തീയൊക്കെ കൂട്ടി വെച്ച് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു. എന്നിട്ട് ഈ സാധനങ്ങളെല്ലാം കൂടി മിക്സ് ചെയ്തത് അതിൻ്റെ അകത്തേക്ക് നല്ല കനം കുറച്ച് വന്നിട്ട് പരത്തി വയ്ക്കാം. അതായത് നമ്മൾ സാധാരണ മുട്ട ഓംലെറ്റ് ഉണ്ടാക്കുന്നത് പോലെ. എന്നിട്ട് അതിനെ ഒന്ന് മൂടി വയ്ക്കണം. നല്ലതുപോലെ വേകാനുള്ളത് കൊണ്ട് അതിന് മൂടി വയ്ക്കണം. അപ്പോൾ മൂടി വെച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനെ എടുത്ത് തിരിച്ച് മറിച്ചൊന്നിട്ട് വീണ്ടും കുറച്ച് നേരത്തേക്ക് മൂടി വെച്ചു. അങ്ങനെ ഇന്ന് മടി പിടിച്ച കാരണം എളുപ്പം പണി കഴിക്കാൻ വേണ്ടിയിട്ട് രസവും കൂടെയാണ് വെച്ചത്. അങ്ങനെ ഞങ്ങൾ കൊണ്ടുപോകാൻ ഉച്ചയ്ക്കത്തേനുള്ള ലഞ്ച് ബോക്സിൻ്റെ അകത്തേക്ക് ചോറെടുത്തു, പിന്നെ രസം എടുത്തു. പിന്നെ ലഞ്ച് ബോക്സിൻ്റെ അകത്ത് തന്നെ ഒരു നമ്മുടെ ഈ മുട്ട മഷ്റൂം ഓംലെറ്റ് ഉണ്ടല്ലോ, അതും എടുത്തു. പിന്നെ മാങ്ങാച്ചാറ് മതി ധാരാളം. അപ്പോൾ ഇന്ന്